ഹലോ, ഇന്നൊരു കുഞ്ഞ് ഡെയിലി വ്ലോഗാണ് കേട്ടോ. ഇതാ ഞാൻ രാവിലെ തന്നെ ഉണർന്നിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല മഴയാണ്, നല്ല തണുപ്പുമുണ്ട്. ഉറക്കം നല്ലപോലെ തെളിഞ്ഞിട്ടൊന്നുമില്ല. കട്ടിൽ നിന്നൊക്കെ എണ്ണിക്ക് അല്പം മടിയൊക്കെ തോന്നും. ബട്ട് നമ്മൾ അതൊന്നും കാര്യമാക്കരുത്. ചാടി അങ്ങ് എണ്ണീറ്റോണം. രണ്ടാമതൊന്നുകൂടി ചിന്തിച്ചാൽ നമുക്ക് വീണ്ടും ഉറങ്ങാൻ തോന്നും. ഇതാ എൻ്റെ മോനുടെ നല്ല ഉറക്കമാണ്. ഇതാ സമയം ഇപ്പം 4 മണിയായിട്ടുണ്ട്. എന്നാൽ നമുക്ക് എണ്ണീറ്റൊന്ന് ഫ്രഷ് ആവാം. അമ്മ എനിക്കും നേരത്തെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ദേ ഇന്നത്തേക്കുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അരിയുകയാണ്. അങ്ങനെ എൻ്റെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു. കർക്കിടകം 1 കേട്ടോ, രാമായണ മാസം ആരംഭം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട മാസമാണ് കേട്ടോ ഇത്. ഒരു നല്ല പോസിറ്റീവ് വൈബാണ് ഈ മാസം മുഴുവനും. രാമായണ മാസം ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ രാമായണം കേൾക്കാം കേട്ടോ. ഇനി നമുക്ക് വിളക്ക് വെക്കാം. നല്ല ഇരുട്ടും നല്ല മഴയും നല്ല തണുപ്പും, ഒരു പ്രത്യേക മനസ്സുഖം. രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ചെറിയ ചാറ്റലേ ഉള്ളൂ. അങ്ങനെതാ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ശരിക്കും ഈ സമയം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്തോ പ്രകൃതി നമ്മളോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നത് ഈ സമയമാണെന്ന് തോന്നും. അത്രയ്ക്കും ശാന്തവും സുന്ദരവും. ബാക്ക്ഗ്രൗണ്ടിൽ അമ്മയുടെ കുക്കർ ഇടയ്ക്ക് എൻ്റെ ശാന്തതയൊന്നും നഷ്ടപ്പെടുത്തിയെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പ്രാർത്ഥനയും എഴുത്തും കുത്തലും എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം അമ്മ അടുക്കളയിലൊന്ന് സഹായിച്ചു. ഇനി അമ്പലത്തിൽ പോവാൻ റെഡിയാകാം. കുറച്ചു നേരം കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് സെൽഫ് ബൂസ്റ്റ് ചെയ്തു. ദാ ഇത്രയേ ഉള്ളൂ, അമ്പലത്തിൽ പോകാൻ റെഡിയായി. വലിയ ഒരുക്കമൊന്നും വേണ്ട. തലമുടി ഒന്ന് കെട്ടണം, കണ്ണെഴുതണം, ഒരു പൊട്ടിടണം. അമ്പലത്തിലോട്ടായിട്ട് മുടിയുടെ തുമ്പ് ഒന്ന് കെട്ടിവെക്കണം. ഓക്കെ, അങ്ങനെ സെറ്റ്. ഇനി നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ കുറച്ച് പൂക്കളും ഇലകളും ഒക്കെ പറിക്കാം. ഇപ്പോൾ നല്ലുള്ള വെളിച്ചം വീണിട്ടുണ്ട്. ശരിക്കും ഈ ചെടികൾക്കൊക്കെ മഴയോട് ഒരുതരം പ്രണയമാണ്. ഓരോ മഴയ്ക്ക് ശേഷവും ഈ ചെടികളൊക്കെ എന്ത് എനർജറ്റിക് ആയിട്ടാണോ നിൽക്കുന്നതെന്ന് അറിയാമോ. അങ്ങനെ ഒരു ചെറിയ വാഴയിലയൊക്കെ മുറിച്ചെടുത്ത് കുറച്ച് പൂക്കളും ഇലകളും ഒക്കെ പറിച്ചെടുത്തു. ഇലയെന്ന് പറയുമ്പോൾ നമ്മുടെ കൂവളത്തിൻ്റെ ഇല, തുളസി ഇല, അതൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലമെത്തി. ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ അമ്പലത്തിലോട്ട് വന്നത്. ഇത് തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ രാമായണ വായനയൊക്കെ നടക്കുകയാണിപ്പോൾ. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോഴാണ് രസം, 8:30 ഒരാൾ എഴുന്നേറ്റിട്ടില്ല. ഡേയ്, ഇതിപ്പോൾ 8:30 ഇന്ന് ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ഹലോ ഹലോ, സ്കൂളിൽ പോണ്ടേ? എണ്ണീര് കണ്ടപ്പാ പൊന്നേ ഡുമ്പോറ്റി പോയി അമ്മ. കുഞ്ഞാവേ എടോ, അപ്പം ആ വെള്ളം ഇച്ചിരി കൊണ്ടുവന്നേ, മുഖത്ത് തേക്കട്ടെ.
കള്ള കള്ള ഇത് കള്ള ഉറക്കോ? നേരത്തെ ചിരിച്ചായിരുന്നു എൻ്റെ അടുത്ത്. എടക്കള്ള എടക്കള്ള ഗുഡ് മോർണിംഗ്. വാ. ഓക്കെ, എങ്കിൽ ഓടിപ്പോയി പല്ലിയൊക്കെ പെട്ടെന്ന് ഷടപടയെന്നാകട്ടെ. ഓക്കെ, പോ. ആ ടൈം കൊണ്ട് ഞാൻ മോനിട്ടൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി. അങ്ങനെ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് മിടുക്കനായി. ഹലോ, നിക്കറിട് നിക്കറിട്. എവിടെ പോവാ? സ്കൂളിൽ പോന്നോ? സ്കൂളിൽ പോന്നു. അമ്മയോ? സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് അമ്മ എവിടെ പോവും? ഓക്കെ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാം തീയതി കഴിഞ്ഞിട്ടൊക്കെ തന്നു. അപ്പോൾ പാട് ഡാറ്റയൊക്കെ പറഞ്ഞത് ഞങ്ങൾ സ്കൂളിലോട്ട് പോവുകയാണ്. ഇവനെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ക്ലാസ്സിന് പോകാൻ. ഞാൻ PSC ക്ലാസ്സിന് പോകുന്നുണ്ട്. ഡേ, ഇതാണ് എൻ്റെ PSC ക്ലാസ്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിലെത്തി. ഇതാണ് എൻ്റെ പുതിയ ഫ്രണ്ട്സ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മോനിട്ടിനെ വിളിക്കാൻ വേണ്ടി ഒരു 3 മണിയായപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ സ്കൂളിലെത്തി. ഇതാണ് പ്രശ്നം. ആൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കളിപ്പാട്ടത്തിലും കയറി നടക്കും. ഒരു 10-20 മിനിറ്റെങ്കിലും വീണ്ടും നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. ഒരുവിധം പിടിച്ചു വരച്ച് ഇതാ ഇറക്കിയിട്ടുണ്ട്. മോനിട്ടെന്നാ വാടേ, കയറി വണ്ടി കയറി വാ. വന്ന പാടെ ഡ്രസ്സ് മാറി ആൾ കയറി കിടന്നുറങ്ങി. നേരത്തെ അംഗനവാടി പോകുമ്പോൾ ഒരു സ്ലീപ്പിംഗ് ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ ആ ഒരു ടൈം ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ അവന് വരുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമാണ്. അപ്പോൾ ആൾ കയറി കിടന്നുറങ്ങി. അപ്പോൾ ബായ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ.